الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. ومثل كلمة خبيثة كشجرة خبيثة اجتثت من فوق الأرض ما لها من قرار يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة ويضل الله الظالمين ويفعل الله ما يشاء. സ്നേഹം ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമളാനിനെ സ്വാഗതം ചെയ്യാനും അള്ളാഹുവിൻ്റെ അടുക്കൽ മഖ്ബൂലായ നിലയിൽ എത്തപ്പെടാനുമുള്ള ഒരു അവസരം കൂടി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ നാം കൃത്യമായി ഉപയോഗിക്കുകയും നാളെ നമുക്ക് അനുകൂലമായി പരിശുദ്ധ ഖുർആനും റമളാനും സാക്ഷിയാകുന്ന നിലയിലാണ് നാം റമളാനിനെ നമ്മിൽ നിന്നും പറഞ്ഞയക്കുന്നതെങ്കിൽ നാം രക്ഷപ്പെട്ടു. അസ്വിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമുക്ക് ശഫാഅത്തിനുള്ള ഒന്നാക്കി മാറ്റണം പരിശുദ്ധ ഖുർആനിനെയും റമളാനിനെയും. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മുതലേ തയ്യാറെടുക്കുമായിരുന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, മഹദി അവറുകൾ റളിയല്ലാഹു അൻഹ അതിന് പറഞ്ഞ മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നത് ഐച്ഛികമായ നോമ്പ് അത് റമളാനിലായിരുന്നു. നബിയോട് ചോദിക്കപ്പെട്ടു, പ്രവാചകരെ എന്തുകൊണ്ടാണ് മറ്റു ഇതര മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നത്? റസൂൽ അതിന് മറുപടിയായി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാക ശഹ്റുൻ, ശഅബാൻ ഒരു മാസമാണ്, യഗ്ഫലുന്നാസു ബൈന റജബ വ റമളാൻ, റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ ഈ മാസത്തെ ആളുകൾ അശ്രദ്ധരായി പോകുന്നു. അഥവാ കൂടുതൽ പുണ്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ
റമദാൻ വരട്ടെ എന്ന ഒരു നിഗമനത്തോടെ കഴിഞ്ഞുപോയ റജബ് ആദരണീയ മാസം എന്ന നിലയിൽ അതിനെ പരിഗണിച്ച് വരുന്ന റമദാനിൻ്റെ ആദരണീയത മഹത്വം മനസ്സിലാക്കി അതിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള ചിന്തയിൽ ശഅബാനിനെ ആളുകൾ അവഗണിക്കുന്നു. അതുകൊണ്ട് റമദാനിൻ്റെ മുമ്പായി റമദാനിനു വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി ശഅബാനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. വേറൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വർഷത്തെ അമാലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ്. ഒരാഴ്ചയുടേത് തിങ്കളും ഒരു വർഷത്തേത് ശഅബാനിലുമാണ്. ഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമു, ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്നതിനെ, കാണിക്കപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടും കൂടിയാണ് റമദാനിൽ ശഅബാനിൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ നാം ചെയ്യുന്നതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരം അമൂല്യമാണ്. നമ്മുടെ സമയങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിനെ നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ, മദീന പള്ളിയിൽ ഇരിക്കവേ തൻ്റെ കൂട്ടുകാരോടായി പ്രവാചകൻ ചോദിച്ചു, ഇന്ന മിനശ്ശജരി ശജറ ലാ യസ്ഖുതു വറഖുഹ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട്, ലാ യസ്ഖുതു വറഖുഹ, അതിൻ്റെ ഇല പൊഴിയുകയില്ല. വ ഇന്നഹ മസലുൽ മുസ്ലിം, ആ വൃക്ഷത്തിൻ്റെ ഉദാഹരണം മുസ്ലിമിനെ പോലെയാണ്. മുസ്ലിമിൻ്റെ ഉദാഹരണം ആ വൃക്ഷമാണ്. ഫഹദ്ദിസൂനി മാഹിയ, കൂട്ടുകാരെ ആ വൃക്ഷം ഏതാണെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക. ഫവഖഅ അന്നാസു ഫി ശജരിൽ ബവാദി, ആളുകളെല്ലാം മലഞ്ചെരുവിലേക്ക് അവരുടെ ചിന്തകളും അവരുടെ ശ്രദ്ധകളും നോട്ടങ്ങളും പോയി. ഏതായിരിക്കും ഇല പൊഴിയാത്ത ഒരു വൃക്ഷം, മുസ്ലിമിൻ്റെ മുഅ്മിനിൻ്റെ ഉദാഹരണമായി പറയാൻ പറ്റുന്ന ആ വൃക്ഷം ഏതായിരിക്കുമെന്ന് എല്ലാവരും ചിന്ത തുടങ്ങി. ഖാല അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവഖഅ ഫീ നഫ്സി, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, അന്നഹ അന്നഖല, അത് ഈത്തപ്പന മരമാണ് എന്ന് എനിക്ക് ഉറപ്പ് കിട്ടി. എൻ്റെ മനസ്സിൽ അത് തോന്നി. ഫസ്തഹ്യയ്തു, പക്ഷെ എനിക്കൊരു നാണം, ലജ്ജ തോന്നി. അത് ഇന്നതാണ് പ്രവാചകരെ എന്ന് പറയാൻ എനിക്കൊരു ലജ്ജ. കാരണം എന്നേക്കാൾ പ്രായം കൂടിയവർ, അറിവുള്ളവർ, പ്രവാചകനുമായി കൂടുതൽ സഹവസിക്കുന്നവർ ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമറുൽ ഖത്താബ് ഉണ്ട്, പിതാവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, ദിന്നൂറൈൻ അലിയൽ മുർത്തദയുണ്ട്, അബ്ദുറഹ്മാൻ ഔഫ്, ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളായ സ്വഹാബികളെല്ലാം ഇരിക്കുമ്പോൾ ഞാനാണെങ്കിൽ കൊച്ചു പയ്യനാണ്. വാപ്പയെയൊക്കെ മറികടന്ന് കുബറാകളായ വലിയ വലിയ ആളുകളെയൊക്കെ മറികടന്ന് ഞാനെങ്ങനെ അത് ഈത്തപ്പനയാണെന്ന് പറയും. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ലജ്ജ തോന്നി. സുമ്മ ഖാലു, പിന്നീട് അവർ ചോദിച്ചു, ഹദ്ദിസിന മാഹിയ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഏതാണ് ആ മരം എന്ന് പറയാൻ, ഏതാണെന്ന് ഞങ്ങളോട് തങ്ങൾ പറഞ്ഞു തരിക. ഖാല, നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിയ അന്നഖ്ല. അബ്ദുല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് തന്നെ നബിയും പറഞ്ഞു, അത് ഈത്തപ്പന മരമാണ്. മുസ്ലിമിൻ്റെ ഉദാഹരണം, മുഅ്മിനിൻ്റെ ഉദാഹരണം, ഇല പൊഴിയാത്ത ഒരു വൃക്ഷത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ഒരുപാട് ഗുണപാഠങ്ങൾ അതിലുണ്ട് എന്ന് ഈ ഹദീസിൻ്റെ വിശാരദന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. നാമും ഒക്കെ അങ്ങനെയാകണം. മുസ്ലിങ്ങളായ, മുഅ്മിനുകളായ, മുസ്ലിമത്തുകളായ, മുഅ്മിനത്തുകളായ നാമും ഈ ഒരു നിലവാരത്തിലേക്ക്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ച ആ ഈത്തപ്പന മരവുമായി നാം ബന്ധപ്പെടണം. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത് അത് നമ്മിലേക്കും കൂടി വരണം. അലം തറ, നബിയെ തങ്ങൾ അറിഞ്ഞില്ലയോ, കണ്ടില്ലയോ, കൈഫ ദറബല്ലാഹു, അള്ളാഹു എങ്ങനെയാണ് ഉദാഹരണം പറഞ്ഞു തരുന്നതെന്ന്. കലിമത്തൻ ത്വയ്യിബ, വിശുദ്ധ ഒരു വചനത്തിന്, കശജറത്തിൻ ത്വയ്യിബ, ശുദ്ധമായ വൃത്തിയുള്ള പരിശുദ്ധമായ ഒരു വൃക്ഷത്തിനോടാണ് നാം അതിനെ ഉപമിക്കുന്നത്. അസുലുഹ സാബിത്തുൻ, അതിൻ്റെ അടി ശക്തമായി ഉറപ്പുള്ളതാണ്. ഫറഉഹ ഫിസ്സമ, ആകാശത്തിലാണ് അതിൻ്റെ ശിഖരങ്ങളെല്ലാം. തൂതി ഉകുലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബി, എല്ലാ സമയങ്ങളിലും സീസണിലും അതിൻ്റെ ഫലങ്ങൾ ജനങ്ങൾക്ക് അത് തിന്നാൻ കൊടുക്കുന്നു. ജനങ്ങൾ അതുകൊണ്ട് ഉപകാരമെടുക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസലുൽ മുഅ്മിനി കമസലിൻ നഖ്ല, ഈത്തപ്പന പോലെയാണ്. മാ അഖദ്ത മിൻഹാ മിൻ ഷൈഇൻ നഫഅക, ഈത്തപ്പനയിൽ നിന്നും നീ എന്തെടുത്താലും നിനക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടാതിരിക്കില്ല. മരവും അതിൻ്റെ ഇലകളും അതിൻ്റെ തണ്ടുകളും അതിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളും. റസൂലിൻ്റെ ഒരു ഹദീസിൽ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മിന്, വിഷത്തിനും അതുപോലെ തന്നെ സിഹറിനും ഒക്കെ ഫലവത്താണ് അതിലെ ചില പഴങ്ങൾ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈത്തപ്പഴം. പല വിധത്തിലുള്ള ഈത്തപ്പഴങ്ങൾ നമുക്ക് അറിയാം. കൂടുതൽ ഫലമുള്ളതും അല്പം ഫലമുള്ളതും അതിലുണ്ട്. പ്രത്യേകിച്ച് മദീനയിലുള്ള ഈത്തപ്പഴം അതിന് എന്തെന്നില്ലാത്ത പ്രത്യേകതകൾ ഉള്ളതാണ്. നാമൊക്കെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അഥവാ സ്വഹാബികളും പ്രവാചകനുമൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നോ രണ്ടോ ഈത്തപ്പഴം കൊണ്ടായിരുന്നു അവരുടെ വിശപ്പവർ അടക്കിയിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഞങ്ങൾ 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ തീ കത്തിക്കാറില്ല, തീ പുകയാറില്ല. എന്തായിരുന്നു നിങ്ങൾക്ക് ആ സമയത്തുള്ള ഭക്ഷണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സൗദ, 2 കറുത്ത വസ്തുക്കളാ, ഒന്ന് വെള്ളവും ഒന്ന് ഈത്തപ്പഴവുമായിരുന്നു. അപ്പം മനുഷ്യൻ്റെ വിശപ്പടക്കുന്നതിനും ആരോഗ്യ ഗുണങ്ങൾക്കുമെല്ലാം ഈത്തപ്പഴം ഫലവത്താണ് എന്ന് പിന്നീട് അത് കണ്ടുപിടിക്കപ്പെട്ടുവെങ്കിലും അന്നും അത് അവർ സ്വഹാബികളും നബിയുമൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പം എന്ത് നീ ഈത്തപ്പനയിൽ നിന്ന് എടുത്താലും നിനക്കതിന് ഉപകാരമുണ്ട്. വന്നഖലത്തു ശദീദത്തുൽ ഖുവ, ഈത്തപ്പന മരം ശക്തമായ ഒരു ഉറപ്പുള്ള വൃക്ഷമാണ്. കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞതുപോലെ, അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ അടി ശരിക്കും ഉറപ്പുള്ളതാണ്. വഹകദ അൽ ഈമാൻ, ഇങ്ങനെയായിരിക്കണം ഈമാനും. മുഅ്മിനുകളായ മുസ്ലിങ്ങളായ നമ്മിൽ ഉള്ള ഈമാൻ അഥവാ അല്ലാഹുവിലുള്ള കളങ്കരഹിതമായ ലാ യുസഅ്സിഉഹു ശൈഉൻ, ഈത്തപ്പനയെ ഒരു ചെറിയ കാറ്റൊന്നും വന്നാൽ മറിച്ചിടാൻ കഴിയില്ല. ശക്തമായ കാറ്റ് വന്നാലും മറിച്ചിടാൻ കഴിയില്ല. പിന്നീട് മുൻഗാമികളെയൊക്കെ നശിപ്പിച്ചതുപോലെയുള്ള തുടരെ വരുന്ന കാറ്റുകൾ വന്നു കൊടുങ്കാറ്റ് വന്നാലല്ലാതെ. ഇപ്രകാരമാണ് സത്യവിശ്വാസിയുടെ ഈമാൻ. അവന് ഏതെങ്കിലും നിലയിലുള്ള പ്രതിസന്ധികൾ വന്നാലും അവനെ ഉലയ്ക്കുകയോ സംശയിക്കുകയോ ചെയ്യാത്ത നിലയിൽ ഉറപ്പുള്ളതായിരിക്കണം അവൻ്റെ ഈമാൻ. നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഉദാഹരണമായി നമുക്ക് ഗസക്കാരെയും ഫലസ്തീനികളെയൊക്കെ പറയാം. അവർക്ക് വന്ന പ്രതിസന്ധി എത്ര വലുതായിരുന്നു. ഇപ്പോഴും എല്ലാം അവർക്ക് നശിച്ചു, അവരെ തന്നെ അവർ ഇല്ലായ്മയാക്കി. എന്നിട്ടും അവരുടെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, ടൺ കണക്കിന് ബോംബുകൾ അവരുടെ തലയിലേക്കും അവരുടെ വീടുകളിലേക്കും മസ്ജിദുകളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ മാർക്കറ്റുകളിലേക്കൊക്കെ വീണെങ്കിലും അവർ ചിന്നിച്ചിതറിയെങ്കിലും അള്ളാഹു എന്ന
അവരുടെ സൃഷ്ടാവിലുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നും അവരെ മാറ്റാൻ ഇവകൾക്കൊന്നും സാധിച്ചില്ല. എൻ്റെ സഹോദരങ്ങളെ, നാമൊക്കെ ഈ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല നിലയിലുള്ള പ്രതിസന്ധികളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. ഒരു കാരണവശാലും അവകളൊന്നും നമ്മെ പിടിച്ചു കുലുക്കുന്നതാവരുത്. രോഗങ്ങളാണെങ്കിലും ഭരണവർഗത്തിൽ നിന്നുള്ള പ്രതിസന്ധികളാണെങ്കിലും അല്ല സാമ്പത്തികമായ നിലയിലുള്ള പ്രതിസന്ധിയാണെങ്കിലും നാം ഏത് നിമിഷവും ഏത് സമയവും അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസത്തിനൊരു കളങ്കം പോലും, ഞാൻ പ്രാർത്ഥിച്ചു മടുത്തു എനിക്ക് മറുപടി കിട്ടുന്നില്ല എന്ന ഒരു വാക്കുപോലും ഒരിക്കൽ പോലും നമ്മിൽ നിന്നും ഉണ്ടാകരുത്. അതെല്ലാം നമ്മുടെ വിശ്വാസത്തിനെ തകർക്കുന്നതാണ്. ഇങ്ങനെ ആയിരിക്കണം ഈമാൻ. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല അടി ഉറച്ചതായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്നും അതിനെ എടുത്തു കളയാൻ ആർക്കും കഴിയാത്ത നിലയിലായിരിക്കണം. നബി പറഞ്ഞില്ലേ, നിന്നെ കൊല്ലപ്പെട്ടാലും നിന്നെ കരിക്കപ്പെട്ടാലും അള്ളാഹുവിലുള്ള ശിർക്ക് നിന്നിൽ നിന്നും ഉണ്ടാകരുത്. അതായിരിക്കണം നിന്റെ ഈമാൻ, നിന്റെ ഹൃദയം ആ നിലയുള്ളതായിരിക്കണം. അങ്ങനെ നീ മരിച്ചോട്ടെ, നിനക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലം ലഭിക്കും. സ്വർഗപ്രവേശനത്തിന് ആ മരണം കാരണമായി തീരും. വന്നഖ്ലു, ഈത്തപ്പന ലാ തംബുതു ഫി കുല്ലി അർളിൻ, എല്ലാ ഭൂമിയിലും അതുണ്ടാവൂല. നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് നട്ടു നോക്ക്, അതിങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ കൊലച്ചൊക്കെ നിൽക്കും. പക്ഷേ അന്നാട്ടിലുള്ളത് പോലെയുള്ള രുചിയും അതിൻ്റെ ഉള്ളിലുള്ള സത്തകളൊന്നും അതിനുണ്ടാവുകയില്ല. അത് ചില പ്രത്യേക നാടുകളിൽ ചില പ്രത്യേക കാലാവസ്ഥകളിൽ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ഈമാനിൻ്റെയും അവസ്ഥ. അതെല്ലാവരുടെയും ഹൃദയത്തിൽ അത് കയറുകയില്ല, കയറിയാൽ നിലനിൽക്കുകയും ഇല്ല. നമുക്കറിയാം എത്രയോ കപടന്മാരാണ് ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ടുള്ളത്. അള്ളാഹു നമ്മയും മക്കളെയും കുടുംബങ്ങളെയും മുസ്ലിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. അവരൊക്കെ മുർത്തദ്ദായി പോയ എത്രയോ ആളുകളാണ്. അവർ ഈ ദീനിനെ, ഈമാനിനെ, സൃഷ്ടാവിനെ അവഹേളിക്കാനും പരിഹസിക്കാനും അവരുടെ നാവും അവരുടെ ആരോഗ്യവും അറിവും അവർ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരറിയുന്നില്ല നരകത്തിൻ്റെ വിറക് അവർ ആളി കത്തിക്കുകയാണ് എന്ന്. മടങ്ങി വന്നിട്ടില്ല എങ്കിൽ എല്ലാ ഭൂമിയിലും ഈത്തപ്പന മരം മുളയ്ക്കാത്തതുപോലെ, ഉയർന്നു വരാത്തതുപോലെ എല്ലാ മനുഷ്യരിലും ഈമാൻ അഥവാ അടിയുറച്ച വിശ്വാസം ഹൃദയത്തിലേക്ക് അതിറങ്ങുകയില്ല. അത് അവൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുകയുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്ന മിനന്നാസി മഫാത്തിഹുൻ ലിൽ ഖൈരി മഗാലിഖുൽ ലിശ്ശർരി. ആളുകളിൽ കുറെ ആളുകളുണ്ട്, അവർ നന്മയുടെ താക്കോലുകളാണ്. നന്മ അവരിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വേറെ കുറെ ആളുകളുണ്ട്, അവർ തിന്മയുടെ താക്കോലുകളാണ്. തിന്മകൾ മാത്രമേ അവരിൽ നിന്നും വരികയുള്ളൂ. ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. ആരിൽ നിന്നും നന്മ ഉണ്ടാവുകയും നന്മയുടെ താക്കോലുകളായി ആര് മാറുകയും ചെയ്യുന്നോ അവനാണ് അള്ളാഹുവിൽ നിന്നുള്ള മുഴുവൻ സന്തോഷവും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹോദരങ്ങളെ, നാം ഒക്കെ നിലവിൽ മുസ്ലിങ്ങളും മുഅ്മിനുകളുമാണ് എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മിൽ നിന്നും ഇത് നഷ്ടപ്പെടാതെ സുരക്ഷിതമായ നിലയിൽ കാത്തു സൂക്ഷിക്കുക എന്നത് ഈ കെട്ടകാലത്ത് തീർച്ചയായും നാം ശ്രദ്ധാപൂർവം കാത്തിരിക്കേണ്ട ഒന്നാണ്. നാം ആരായാലും എത്ര വലിയവനായാലും, സഹാബികൾ പോലും പറഞ്ഞുല്ലോ, നാഫക്ക ഹൻദല, ഹൻദല മുനാഫിക്കായി പോയി. അവർക്ക് ഭയമാണ്, പേടിയാണ്. അവർക്ക് കിട്ടിയ ഈമാനും ഇസ്ലാമും അവരിൽ നിന്നും നഷ്ടപ്പെടുമോ എന്ന ഒരു ചിന്തയാണ് അവർക്ക് എല്ലാ സമയത്തും ഉണ്ടായിരുന്നത്. എന്തേ അദ്ദേഹം പോലും ഇങ്ങനെ പറയാൻ കാരണം, റസൂലിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനികമായ ആവേശം കൊണ്ട് തുളുമ്പുമായിരുന്നു ഹൃദയം.
കേട്ട് വീട്ടിൽ ചെന്നാൽ അതെല്ലാം മറന്നുപോയി ഭാര്യ മക്കളുമായി സഹവസിക്കുമ്പോൾ ഈ ഒരു ശ്രദ്ധ അവരിൽ നിന്നും കുറഞ്ഞു വരുന്നു. ഈ ഒരു ചിന്തയാണ് ഞാൻ മുനാഫിക്കായോ എന്ന വിഷയത്തിൽ അവർക്ക് പേടിയുണ്ടായിരുന്നത്. സ്വഹാബികളുടെയൊക്കെ പ്രാർത്ഥനകളിലും പ്രവാചകന്റെ പ്രാർത്ഥനകളിലും നിരന്തരം ഉണ്ടായിരുന്നത് അന്ത്യസമയത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചായിരുന്നു. അള്ളാഹുവെ അന്ത്യം നന്നാക്കണമെന്നായിരുന്നു അവരുടെ എല്ലാവരുടെയും തേട്ടം. കാരണം നാം നിസ്കരിച്ചത് കൊണ്ടോ നോമ്പനുഷ്ഠിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ മാത്രം കാര്യമില്ല. നമ്മുടെ ഈമാൻ നമ്മിൽ നിന്നും തെന്നിയ നിലയിലാണ് നാം മരണപ്പെടുന്നതെങ്കിൽ ഇതേവരെ നാം ചെയ്തു കൂട്ടിയത് പാഴ്വേലയായി. റസൂൽ പറഞ്ഞില്ലേ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരു കാൽപാദമല്ലാതെ ഇല്ല, അല്ലെങ്കിൽ മരണം അല്ലാതെയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ സംബന്ധിച്ചുള്ള റിക്കാർഡ് മുൻകടന്നു. അവൻ കുഫറിനെ തെരഞ്ഞെടുക്കുന്നു, അവൻ കുഫറിലായി ചാവുന്നു. അങ്ങനെ അതുവരെയും നന്മകൾ മാത്രം ചെയ്തു വന്ന മനുഷ്യൻ നരകത്തിൻ്റെ വിറകുകൊള്ളിയാകുന്നു. വേറൊരാള് തിന്മയിലായി അയാൾ ജീവിച്ചു, പിന്നീട് മാനസാന്തരം വന്നു. അദ്ദേഹം ഈ കലിമയെ അംഗീകരിക്കാൻ തയ്യാറായി എന്നല്ല, അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈത്തപ്പന മരം പോലെ ശരിക്ക് മുരണ്ട് ഉറച്ചു. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും പിന്നീട് മാറാത്ത നിലയിൽ അദ്ദേഹം മരിച്ചു. അതുവരെയും തിന്മയിലായിരുന്ന മനുഷ്യൻ ഈ വിശ്വാസത്തിൽ അടിയുറച്ചത് കാരണം അദ്ദേഹം സ്വർഗപ്രവേശനത്തിന് കാരണക്കാരനായി. നമുക്കറിയാം എത്രയോ സഹാബികളാണ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് കടന്നു വന്നു. അവർ കൂടുതലൊന്നും നാം നിസ്കരിച്ച അത്ര ഒന്നും നിസ്കരിച്ചിട്ടില്ല, നാം ചെയ്ത നന്മകളുടെ അത്രയൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ ജിഹാദിലേർപ്പെട്ടു, മരിച്ചു, അവർ സ്വർഗത്തിൻ്റെ ഉള്ളിലായി. എൻ്റെ സഹോദരങ്ങളെ, നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം, നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കണം, നമ്മുടെ സംസാരങ്ങളെ നാം തീർച്ചയായും കൃത്യമായി അളന്നു തൂക്കിയേ നാം സംസാരിക്കാവൂ. നമുക്ക് വരുന്ന പുണ്യങ്ങൾ, പുണ്യദിനങ്ങൾ, പുണ്യമാസങ്ങളെല്ലാം നാം ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ശക്തമായ ബലമായ നിലയിലുള്ള ഈത്തപ്പന പോലെ എല്ലാവർക്കും ഉപകാരിയായി നാം മാറണം. നമ്മുടെ മുൻഗാമികളൊക്കെ മാറിയതുപോലെ അവരുടെ ഏറ്റവും വലിയ ദഅവത്ത് അവരുടെ ജീവിതമായിരുന്നു, അവരുടെ സ്വഭാവമായിരുന്നു, അവരുടെ മനുഷ്യരുമായിട്ടുള്ള ഇടപെടലുകളായിരുന്നു. അതായിരുന്നു അവരുടെ ദഅവത്ത്. അവരെ കണ്ടാണ്, അവരെ കേട്ടാണ്, അവരെ അറിഞ്ഞാണ് ഇന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ഇങ്ങോട്ട് കടന്നു വന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ. ആ ഒരു സ്ഥിതി നമ്മിൽ ഉണ്ടാവണം. അദ്ദീനു അൻ-നസീഹ, ആകത്തുക പറഞ്ഞാൽ ഇസ്ലാം എന്നാൽ ഗുണകാംക്ഷയാണ്. ആർക്കാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനും കിതാബിനും റസൂലിനും മുസ്ലിങ്ങളിലെ നേതാക്കന്മാർക്കും വലിയ ആമ്മത്തിഹിം, എല്ലാ മുസ്ലിങ്ങൾക്കും, എല്ലാവരോടും നല്ല നിലയിലുള്ള സമീപനം, പെരുമാറ്റം, ഇടപെടലുകൾ, എല്ലാവരിലും നമ്മിൽ ഒരു മാതൃകയുണ്ടാവൽ. നമ്മുടെ കുടുംബത്തിലാകട്ടെ, മക്കളിലാകട്ടെ, പൊതുജനങ്ങളിലാകട്ടെ, ഈത്തപ്പന പോലെ എല്ലാവർക്കും മധുരം മാത്രം നൽകുന്ന, എല്ലാവർക്കും ഗുണം മാത്രം നൽകുന്ന ഒരു അവസ്ഥാവിശേഷം മുസ്ലിങ്ങളെ നമ്മിൽ ഉണ്ടായിത്തീരണം. അതിനു വേണ്ടിയാണ് അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് ശഅബാനും റമളാനും ഒക്കെ നമ്മിലേക്ക് മടക്കി കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയാണ്, വീണ്ടും വീണ്ടുമുള്ള അവസരത്തിന് വേണ്ടിയാണ്, ഉപയോഗിക്കാനാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്ക് ഈ ആയുസ് ഇങ്ങനെ നീട്ടി തന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കുറേ കച്ചവടം ചെയ്തു, കുറേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, കുറേ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കി, അത് വാരിക്കൂട്ടി അങ്ങനെ സമ്പാദിച്ച് ജീവിച്ച് ജീവിതം തീർക്കാനല്ല. മാ ഊഹിയ ഇലയ്യ, എന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടിട്ടില്ല, അനകൂന മിന താജിരീൻ, ഞാനൊരു കച്ചവടക്കാരൻ ആകണം എന്ന്.
സമ്പത്ത് ഒരുമിച്ച് കൂട്ടണം എന്നെനിക്ക് വഹി കിട്ടിയിട്ടില്ല. മറിച്ച് എനിക്ക് വഹി കിട്ടിയിട്ടുള്ളത് അള്ളാഹുവിനെ പുകഴ്ത്താനും വാഴ്ത്താനും അള്ളാഹുവിനെ അംഗീകരിക്കാനും അവൻ്റെ ഗുണഗണങ്ങൾ പറയാനും അവനെ അടിയുറച്ച് വിശ്വസിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു ഗുണവിശേഷണങ്ങൾ നമ്മിൽ ഉണ്ടായിത്തീരുകയും നല്ലൊരു വൃക്ഷം പോലെ നമ്മിൽ നിന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വിതറുകയും എല്ലാവരിലും നമുക്ക് ഒരു ഗുണം ഉണ്ട് എന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവുകയും വേണം. അങ്ങനെയെങ്കിൽ യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഇവിടെയും നാളെ അവിടെയും, ഐഹിക ലോകത്തെ ഈ ജീവിതത്തിലും പാരത്രിക ലോകത്തെ ജീവിതത്തിലും അള്ളാഹു നമുക്ക് സ്ഥിരത തരിക തന്നെ ചെയ്യും. നമ്മെ വിറപ്പിക്കാനോ നമ്മെ പേടിപ്പിക്കാനോ നമ്മെ ആട്ടി ഓടിക്കാനോ ആർക്കും അള്ളാഹു അവസരം കൊടുക്കുകയേ ഇല്ല. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വചനം ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ആരംഭിച്ചതാണ്. അതെന്നും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ആരൊക്കെ എത്ര കണ്ട് എതിർത്താലും അവഗണിച്ചാലും ആരൊക്കെ ഇതിനെ ആക്ഷേപിച്ചാലും ഇതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാനും എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്ക് ഈ വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാളെ ഒരു മനുഷ്യനെ കൊണ്ടുവരും, കുറേ കടലാസ് കഷ്ണങ്ങൾ അയാളിൽ നിന്നും പുറപ്പെടും, വേറൊരു കൊച്ചു കഷ്ണം കടലാസും വരും. ഇതെല്ലാം ഒരു തട്ടിലേക്ക് വെക്കും, മറ്റേത് വേറൊരു തട്ടിലേക്ക് വെക്കും. അവൻ്റെ തിന്മകളെ ആകെ ഇല്ലായ്മ ചെയ്യുന്ന നിലയിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കൊച്ചു വാക്ക് അവൻ്റെ ത്രാസിനെ കനം തൂക്കും. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അള്ളാഹുവേ, എനിക്ക് മാത്രമായി ഒരു ദിക്ർ പറഞ്ഞു തന്നാലും. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളാണ് പറഞ്ഞത്. അല്ല അള്ളാഹുവേ, അതെല്ലാവർക്കും അറിയാം, അതെല്ലാവരും പറയുന്നത്, എനിക്ക് മാത്രമായി. അള്ളാഹു പറഞ്ഞു, മൂസ, ഇതിൻ്റെ മഹത്വം ഉന്നതമാണ്. സഹോദരങ്ങളെ, നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹം, ഈ അടിസ്ഥാന ഈമാൻ നമ്മുടെ ഹൃദയത്തിനെ മാറ്റിമറിക്കുന്നതാക്കരുത്. ഏതെല്ലാം നിലയിലുള്ള എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ഒന്നിൻ്റെയും പുറകെ നാം പോകേണ്ടതില്ല. നാം ഈ കലിമത്തു തൗഹീദിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ നാം നന്നാക്കി തീർക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാളെ ഖബറിലുള്ള ചോദ്യത്തിന് സ്ഥിരതയോടെ മറുപടി കൊടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നാളെ നമുക്കൊക്കെ മരണം വരുന്ന അവസരത്തിൽ ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, എല്ലാവരും കെഞ്ചുന്ന ഒരവസ്ഥ അള്ളാഹു പറയുക. ആരാണ്? ഹൃദയത്തിൽ ഈമാൻ ഉറയ്ക്കാതെ ആടിക്കളിച്ചവർ. ചെറിയ നിലയിലും വലിയ നിലയിലും മധ്യനിലയിലുമൊക്കെ ആടിക്കളിച്ചവർ. ഹൃദയത്തിൽ ഈമാൻ ഉറച്ചവരെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്.
ഹൃദയത്തിൽ കപടതയോടുകൂടി ജീവിച്ച് മരണവുമായി ബന്ധപ്പെടുന്നവർ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുകയാണ്, ലഅല്ലി അഅമലു സാലിഹ, സൽക്കർമ്മങ്ങൾ അള്ളാഹുവെ എനിക്ക് ചെയ്യാൻ എനിക്ക് അവസരം നൽകുമോ? ഫീമാ തറക്തു, ഞാൻ വിട്ടേച്ചു പോന്നതിൽ. കല്ല, ഇനി സമയമില്ല. ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, വെറുതെ അവൻ പറയുന്നൊരു പൊയ്വാക്കാണിത്. വമിൻ വറാഇഹിം, ഇനി അവരുടെ പിന്നിൽ അവർക്കുള്ളത് ബർസഖുൻ, ബർസഖിയായ ജീവിതമാണ്. ആഖിറത്തിലുമല്ല ദുനിയാവിലുമല്ല, ഒരു മറയുടെ ഉള്ളിൽ അഥവാ ഖബറിൽ. ആയിരക്കണക്കിന് വർഷങ്ങളായി കുറേ ആളുകൾ ഖബറിലാണ്. 30, 40, 50 വർഷങ്ങളായി, 1, 2, 3 മാസങ്ങളായി, മണിക്കൂറുകളായി കുറേ ആളുകൾ ഖബറിലാണ്. ഇലാ യൗമി യുബ്അസൂൻ, പുനർജന്മത്തിൻ്റെ സമയം വരെയും. ഇനി രണ്ടാമത് ഒരു സൽക്കർമ്മം ചെയ്യാൻ ഇനി ഇങ്ങോട്ട് ചാൻസ് ഇല്ല എന്ന് അള്ളാഹു കൃത്യമായി പറയുന്നു. നിനക്ക് തന്നാൽ പോലും നീ ഒരു നന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന് പറയുന്നു. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, വെറുതെ ഒരു പൊയ് വാക്ക് മാത്രമാണത് എന്ന് അള്ളാഹു അറിയിക്കുന്നു. അതുകൊണ്ട് അവസരം നാം ഉപയോഗപ്പെടുത്തുക. ശഅബാനും റമളാനും തുടർന്നുള്ള മാസങ്ങളും ദിവസങ്ങളും ഒക്കെ അള്ളാഹു തരുന്ന അത്രയും അമൂല്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മണിക്കൂറുകളും നമ്മുടെ സെക്കൻഡുകളും നാളെ രക്ഷിതാവിൻ്റെ അടുക്കൽ രക്ഷപ്പെടുന്നതിനുള്ള സമയങ്ങളാക്കി മാറ്റുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ യതുബഉൽ മയ്യിത സലാസ, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കൂടെ 3 കാര്യം പോകും. ഫയർജിഉ ഇത്നാൻ, 2 പേര് തിരിച്ചു പോരും. വയബ്ക മഅഹു വാഹിദ്, ഒരാൾ മാത്രമേ നമ്മോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. യതുബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അമലും മാലും, സമ്പത്തും അഹ്ലും, കുടുംബവും അഥവാ മക്കളും ജ്യേഷ്ഠനനുജന്മാരും കൊച്ചാപ്പ മൂത്താപ്പന്മാരും സ്നേഹിതന്മാരും ഒക്കെ കൂടെ പോരും. ഫയർജിഉ അഹ്ലുഹു വമാലുഹു, പലക വച്ച് കല്ല് വച്ച് മണ്ണ് മൂടി തസ്ബീത്തിനൊക്കെ ശേഷം അവർ 2 പേരും അഹ്ലും മാലും തിരിച്ചു പോരും. വയബഖ അമലുഹു, ഒരാൾ മാത്രം അവിടെ ഉണ്ടാകും. ഖബറിൻ്റെ മുകളിൽ എന്ത് ചെയ്തത് കൊണ്ടോ, കുറേ പൂച്ചെണ്ട് വച്ചത് കൊണ്ടോ, കുറേ നേരം നിന്ന് സങ്കടപ്പെട്ടത് കൊണ്ടോ ഒന്നും ഒരു ഫലവുമില്ല. അമല് മാത്രമേ നമ്മോടൊപ്പം ആ ഇരുളറയിൽ പ്രകാശത്തിനായി ഉണ്ടാവുകയുള്ളൂ. ആ അമല് സ്വീകാര്യയോഗ്യമാവണമെങ്കിൽ ഈത്തപ്പന തടി പോലെ ധൈര്യമായി ഉറച്ചു നിൽക്കുന്ന, കടപുഴകാത്ത, എല്ലാവർക്കും ഉപകാരമുള്ള നല്ലൊരു വൃക്ഷമായ, നല്ലൊരു ഹൃദയമായി നമ്മുടെ ഹൃദയം മാറണം. ഒരു കാരണവശാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലും, സാമ്പത്തികമായി നാം ഞെരുക്കത്തിലാകട്ടെ, ശാരീരികമായി കഷ്ടപ്പാടിലാകട്ടെ, അയൽപക്കപരമായി ബുദ്ധിമുട്ടിലാകട്ടെ, രാഷ്ട്രീയപരമായ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കട്ടെ, അല്ല മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിലുള്ള പ്രതിസന്ധി ഇതൊന്നും നമ്മെ അസ്വസ്ഥരാക്കരുത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം നാം അടിയുറച്ചുറപ്പോടെ നിൽക്കണം. നബി പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മുൻഗാമികളെ ഈർച്ച വാളുകൊണ്ട് അവരുടെ തലയിൽ വച്ച് 2ആയി പിളർത്തി. അള്ളാഹുവിൽ നിന്നും ഈ പ്രവൃത്തി അവരെ മാറ്റിയില്ല. അള്ളാഹുവിൽ നിന്നും ഈ പ്രവൃത്തി അവരെ തടസ്സമാക്കിയില്ല. അവർ പറഞ്ഞു, അങ്ങനെ മരിച്ചോട്ടെ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നും തിരിയുകയില്ല. അതായിരുന്നു അവരുടെ എല്ലാവരുടെയും നിലപാട്. എപ്പോഴാണ് പ്രവാചകരെ പ്രതിസന്ധി മാറി നസുർ സഹായം വരിക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ് എന്ന, തൊട്ടടുത്തുള്ളത് നമ്മിലേക്ക് ആവരണം ചെയ്യണമെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തെയും പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും നന്നാക്കുക. അതിന് അള്ളാഹു അവസരം നമുക്ക് നൽകിയിട്ടുണ്ട്. അവസരത്തിലാണ് നാം ഇപ്പോഴുള്ളത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. നിലവിലുള്ള പ്രസന്റ് എന്താണോ അതും അതിന് മുന്നോടിയുള്ളതും നാം നന്നാക്കി തീർക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാനും വിശ്വാസം ദൃഢീകരിക്കാനും അതിന് ഒരു നിലയ്ക്കും കളങ്കം വരാതെ സൂക്ഷിക്കാനും അള്ളാഹു എല്ലാവിധത്തിലുള്ള തൗഫീഖും
നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്